അമേരിക്കയിൽ വൻ നാശം വിതച്ച് ഹെലൻ ചുഴലിക്കാറ്റ് 5 സംസ്ഥാനങ്ങളിലായി വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. നൂറുകണക്കിന് വിമാന സർവീസുകൾ ചുഴലിക്കാറ്റിനെ തുടർന്ന് റദ്ദാക്കി. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും തീവ്രതയേറിയ ചുഴലിക്കാറ്റുകളിലൊന്നാണ് ഇപ്പോൾ വ്യാപക നാശം വിതയ്ക്കുന്ന ഹെലൻ ചുഴലിക്കാറ്റ്. വ്യാഴാഴ്ച രാത്രിയാണ് ചുഴലിക്കാറ്റ് ഫ്ലോറിഡയിൽ കരതൊട്ടത്. മണിക്കൂറിൽ 225 കിലോമീറ്റർ വേഗത്തിലാണ് കാറ്റ് വീശിയത്. കനത്ത മഴയും കാറ്റും നിരവധി കെട്ടിടങ്ങൾ തകർത്തു. വീശിയടിച്ച കൊടുങ്കാറ്റിൽ നിരവധി പേരാണ് ഒറ്റപ്പെട്ടു പോയത്. ചിലയിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. ജോർജിയ, സൗത്ത് കാരോലിന, ടെന്നസി, വിർജീനിയ സംസ്ഥാനങ്ങളിൽ രൂക്ഷമായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ജോർജിയയിലെ അറ്റ്ലാന്റ നഗരത്തിൽ ചരിത്രത്തിൽ ആദ്യമായി മിന്നൽ പ്രളയ മുന്നറിയിപ്പ് നൽകി. വ്യാഴാഴ്ച മുതൽ ജോർജിയ, കരോലിന, ഫ്ലോറിഡ എന്നിവിടങ്ങളിൽ ശക്തമായ മഴയാണ് ലഭിച്ചത്. പേമാരിക്ക് പിന്നാലെ ഇൻഷുറൻസ് സ്ഥാപനങ്ങൾക്ക് ലക്ഷക്കണക്കിന് ഡോളറുകളുടെ നഷ്ടമാണ് നേരിട്ടിട്ടുള്ളത്. കനത്ത മഴയ്ക്ക് പിന്നാലെ റോഡുകൾ പ്രളയജലത്തിൽ മുങ്ങി. ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞെങ്കിലും മേഖലയിൽ ശക്തമായ കാറ്റിനും ടൊർണാഡോയ്ക്കുമുള്ള സാധ്യതകളാണ് കാലാവസ്ഥാ വിദഗ്ധർ പ്രവചിക്കുന്നത്. കാറ്റഗറി 4ലാണ് ഹെലൻ ചുഴലിക്കാറ്റ് ഉൾപ്പെട്ടിട്ടുള്ളത്. ചുഴലിക്കാറ്റിന് പിന്നാലെ മിക്കയിടങ്ങളിലും വൈദ്യുതി നിലച്ച നിലയിലാണ്. പ്രളയജലത്തിൽ നിരവധി പേർ പലയിടങ്ങളിലായി കുടുങ്ങിയതിന് പിന്നാലെ മേഖലയിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയിരിക്കുകയാണ്. വെള്ളം ഇറങ്ങി തുടങ്ങിയിടങ്ങളിൽ പലരും വീടുകളിലേക്ക് മടങ്ങിയെത്തി വൃത്തിയാക്കൽ ആരംഭിച്ചു കഴിഞ്ഞു. ഹെലന്റെ നാശം അതിവ്യാപകമാണെന്നും സഹായം ഉറപ്പു നൽകുന്നുവെന്നും പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു.